السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ഈ അടുത്ത് തൊട്ട് മുമ്പ് കഴിഞ്ഞ കേട്ടറ്റിന്റെ കാറ്റഗറി 4 3-ൽ വന്നിട്ടുള്ള നഹ്വിലെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് നഹ്വ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം നഹ്വിന്ന് ധാരാളം ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന എല്ലാ എക്സാമുകൾക്കും ഉണ്ടാവാറുണ്ട്. അത് ചിലതിൽ കുറച്ച് പ്രയാസമേറിയ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, ചിലതിൽ ഒരു ആവറേജ് ലെവൽ വരാറുണ്ട്, ചിലതിൽ വളരെ സിമ്പിളായ പ്രാഥമികമായ ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഇപ്പം കഴിഞ്ഞ തെറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1-2 ചോദ്യങ്ങൾ മാത്രം ഒരു ഡൗട്ട് ഉണ്ടാക്കുന്നത് എന്നല്ലാതെ ബാക്കിയെല്ലാം ബേസായ കാര്യവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നഹ്വിനെ കുറിച്ച് ബോധമുള്ളവർക്കൊക്കെ എഴുതാൻ പറ്റിയ രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടത്തിൽ 2 കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ചോദ്യ സെഷനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അങ്ങനെ ഇൻഷാ അല്ലാഹ് ആദ്യം കാറ്റഗറി 4-ഉം പിന്നീട് കാറ്റഗറി 3-ലും വന്ന ചോദ്യങ്ങൾ നഹ്വുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ആദ്യത്തത് കാറ്റഗറി 4-ലുള്ളതാണ്. നിങ്ങൾ ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവരായിരിക്കും, എന്നാലും ആൻസർ നിങ്ങൾ അയച്ചോളും, ടൈപ്പ് ചെയ്തുകൊണ്ട് അയക്കാം. ഓക്കെ, ഹുറൂഫുൽ മുളാറഅത്തിന്റെ അക്ഷരങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്ന ചോദ്യം. നമുക്കറിയാം മുളാറഅത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അന്ന് ക്ലാസ്സിൽ എടുത്ത സമയത്ത് പങ്കെടുത്തവർക്ക് അറിയാം. ഇസ്മ, ഫിഅല്, ഹർഫ്, കലിമത്തുകളെ തിരിച്ച സമയത്ത് ഫിഅലിന്റെ കൂട്ടിൽ ഫിഅല് മുളാരി പറയുമ്പോൾ ആ മുളാരിയായ ഫിഅല് തുടങ്ങുന്നത് 4-ൽ ഏതെങ്കിലും ഒരു അക്ഷരങ്ങളെ കൊണ്ടായിരിക്കും. യഫ്അൽ, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന, അഫ്അലു, നഫ്അലു എന്ന് പറയുന്ന 14 രൂപങ്ങൾ പരിശോധിച്ചാൽ ആ 14-ഉം തുടങ്ങുന്നത് 4-ൽ ഏതെങ്കിലും ഒരു അക്ഷരങ്ങളെ കൊണ്ടായിരിക്കും. അതൊന്നെങ്കിൽ യാ ആണ്, അല്ലെങ്കിൽ ത ആണ്, അല്ലെങ്കിൽ ഹംസയാണ്, അല്ലെങ്കിൽ നൂനാണ്. ഈ 4 അക്ഷരങ്ങൾക്കുമാണ് മുളാറഅത്തിന്റെ അക്ഷരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ശരിയായ ആൻസർ. ഹംസ, വത്താ, വന്നൂന്, വൽയാ. നമ്പർ 2. ഇതും വളരെ സിമ്പിളായ ചോദ്യമാണ്. കാരണം 4 കളറുകൾ ഇവിടെ കൊടുത്തത് അസ്ഫർ, അഹ്മർ, ഹൗറാ, അസ്റഖ്. അസ്ഫർ, അഹ്മർ, അഹ്ലർ, അസ്റഖ് എന്നീ മുദക്കർ രൂപം പറയാതെ ഒന്നിൽ മാത്രം മുഅന്നസിന്റെ രൂപം പ്രയോഗിച്ചതാണ് ഒറ്റപ്പെട്ടതായിട്ടുള്ളത്. അസ്ഫർ എന്നതും അഹ്മർ എന്നതും അസ്റഖ് എന്നുള്ളതും ഒക്കെ മുദക്കറിന്റെ രൂപമാണ് ഉപയോഗിച്ചത്. അഹ്ലർ എന്ന് പറയാതെ ഹലുറ എന്ന മുഅന്നസിന്റെ പ്രയോഗം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ. അതായത് അവിടെയും ശരിയായത് ഓപ്ഷൻ 3 ആണ്. നേരെ ഡെഫിനിഷൻ അങ്ങ് ചോദിച്ചതാണ്. അത്തർക്കീബുല്ലദീ യുഫീദു ഫായിദത്തൻ താമ്മത്തൻ, പൂർണ്ണമായ ആശയം ഗ്രഹിക്കുന്ന, ഗ്രാഹ്യമാകുന്ന സ്ട്രക്ചറിനാണ് ജുംല മുഫീദ എന്ന് പറയുമ്പോൾ. ജുംലത്തുൽ മുഫീദ നമ്മൾ നഹ്വുൽ വാളിയിൽ പോലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിക്കുന്നത് ജുംലത്തുൽ മുഫീദയാണ്. അൽ ബുസ്താൻ, ജമീൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ഡെഫിനിഷൻ ആണ് തർക്കീബുല്ലദീ യുഫീദു ഫായിദത്തൻ താമ്മത്തൻ. അപ്പൊ അത് ജുംല മുഫീദ എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഒക്കെ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നാല്
അതത് മഅദൂദ് വരാത്ത ഒരു പരീക്ഷ ഉണ്ടാവാറില്ല എന്ന് ഞാൻ എപ്പോഴും പറയണം. ഒരു ചോദ്യമെങ്കിലും അതത് മഅദൂദുമായി ബന്ധപ്പെട്ടുണ്ടാവും. ആൻസർ അയച്ചോളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 3 മുതൽ 10 വരെയുള്ള എണ്ണമാണ് വന്നത്. എണ്ണുന്ന സമയത്ത് 1, 2, പിന്നെ 3 മുതൽ 10 വരെ, 11, 12, 13 മുതൽ 19 വരെ, പിന്നെ 20, 30, 40 പോലത്തത്, പിന്നെ 100, 200, 300 പോലെ, പിന്നെ 1000, 2000 പോലെ. ഇത്രയും കാറ്റഗറിയാണ് അതതിൽ വരുന്നത്. ഓരോന്നിന്റെയും നിയമങ്ങൾ ഓർക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ 3 മുതൽ 10 വരെ ഉള്ളതിന്റെ നിയമം എന്ന് പറയുന്നത്, അതത് മുദക്കറാണെങ്കിൽ മഅദൂദിനെ മഅദൂദ് എണ്ണപ്പെടുന്ന വസ്തു മുദക്കറാണെങ്കിൽ അതതിനെ മുഅന്നസാക്കുക. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതതിനെ മുദക്കറാക്കിയിട്ട് പറയണം. എന്ന് പറഞ്ഞാൽ സലാത്ത്, അർബഅ്, ഖംസ്, സിത്ത്, സബ്അ്, സമാൻ എന്ന് താ ഇല്ലാത്ത രൂപം ഉപയോഗിക്കുന്നത് മുഅന്നസ് ആയതിന്റെ കൂടെയും, എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആണെങ്കിൽ, എന്നാൽ താ ഉള്ള സലാസത്ത്, അർബഅത്ത്, ഖംസത്ത്, സിത്തത്ത് എന്ന് ഉപയോഗിക്കുന്നത് മുദക്കറിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ജംആക്കി ജറ് ചെയ്യുകയും വേണം മഅദൂദിനെ. അപ്പൊ ജംആക്കി ജറ് ചെയ്യാനുള്ള നിയമം വരുന്നതോടുകൂടി 3ഉം 4ഉം അല്ല എന്ന് ഉറപ്പായി. കാരണം അവിടെയൊക്കെ ജവാബ്, ജുംലത്ത് എന്ന് മുഫ്രദായിട്ടാണ് മഅദൂദ്. ഇനി 1 ആണോ 2 ആണോ? ആദ്യം പറയുന്നത് ഒന്ന് ജവാബാണ്, മറ്റൊന്ന് ജുംലത്താണ്. ജവാബ് എന്ന പദം മുദക്കറാണ്. അപ്പൊ മുദക്കറിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് താ ഉള്ള രൂപമാണ്. ജുംലത്ത് എന്നത് മുഅന്നസാണ്. അപ്പൊ മുഅന്നസിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് താ ഇല്ലാത്ത രൂപം. അപ്പൊ ജവാബിന്റെ കൂടെ താ ഉള്ള രൂപവും ജുംലയുടെ കൂടെ താ ഇല്ലാത്ത രൂപവും ഉപയോഗിക്കുമ്പോൾ കതബ്തു ഫി ദഫ്തരി സലാസത അജ്വിബത്തിൻ ഫി സിത്തി ജുമലിൻ എന്ന ഒന്നാമതാണ് ശരിയാവുക. നമ്മൾ നിയമം പഠിച്ചത് അങ്ങനെയാണ്. മുദക്കറിന്റെ കൂടെ താ ഉള്ള രൂപം ഉപയോഗിക്കണം. ജവാബ് എന്നത് മുദക്കറാണ്, അപ്പൊ സലാസത്ത് എന്ന രൂപം ഉപയോഗിക്കണം. മുഅന്നസിന്റെ കൂടെ താ ഇല്ലാത്ത രൂപം ഉപയോഗിക്കണം. ജുംലത്ത് എന്നത് മുഅന്നസാണ്, അപ്പൊ സിത്ത് എന്ന താ ഇല്ലാത്ത രൂപം ഉപയോഗിക്കണം. അല്ലാതെ സലാത്ത് അജ്വിബത്തിൻ എന്ന രണ്ടാമത്തെ ഓപ്ഷൻ അല്ല ശരിയായത്. ഓപ്ഷൻ എ ആണ്. അതിന്റെ നിയമമാണ്. 2 രൂപത്തിൽ പറയുന്നത്, മുഅന്നസിന്റെ കൂടെയാണ് സലാത്ത്, അർബഅ്, ഖംസ്, സിത്ത് എന്നുള്ള താ ഇല്ലാത്തത്. മുദക്കറിന്റെ കൂടെ സലാസത്ത്, അർബഅത്ത് എന്ന് താ ഉള്ളത്. അപ്പൊ ഉദാഹരണം വരുമ്പോ ഇതുപോലെ ഉണ്ടാവും. ക്ലാസ്സിൽ എടുത്തതാണ്. സലാത്ത് ത്വാലിബാത്തിൻ, അർബഅ് ത്വാലിബാത്തിൻ, ഖംസ് ത്വാലിബാത്തിൻ. ത്വാലിബത്ത് വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോൾ സലാത്ത്, അർബഅ് എന്ന് അതതിൽ താ ഇല്ലാത്ത രൂപം. എന്നിട്ട് മഅദൂദിനെ ജന്മാക്കി തിരിച്ചു. എന്നാൽ ത്വാലിബ് വിദ്യാർത്ഥി എന്നതിന്റെ കൂടെ സലാസത്ത് തുല്ലാബ്, അർബഅത്ത് തുല്ലാബ്, ഖംസത്ത് തുല്ലാബ് എന്ന താ ഉള്ള അതതിന്റെ രൂപമാണ് ഉപയോഗിക്കുക. അതുപോലെയാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ സലാസത്തു അജ്വിബത്തിൻ, അതുപോലെ സിത്തു ജുമലിൻ എന്നേ വരും. ക്ലിയർ അല്ലേ? അതത് എപ്പോഴും വരുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആരോ രണ്ടാമത്തെ അയച്ചിട്ടുണ്ട്, അവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെ ചോദിക്കണേ. യുൻസബുൽ ജംഉൽ മുഅന്നസു സാലിം. ഓക്കെ, ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത് അലിഫും താവും കൊണ്ട് ജംആക്കുന്ന ജംആണ്. മുസ്ലിമാത്ത്, മുഅ്മിനാത്തൊക്കെ പോലെ. ഇത് ഫുറൂഇയായ ഇഅ്റാബിന്റെ അലാമത്തുകൾ 7 കൃത്യമായിട്ട് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. നിർബന്ധമായിട്ടും പഠിക്കണമെന്നും. ആ 7 വിഭാഗത്തിൽ പെടുന്നതാണ് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. അതിന് ലമ്മത്ത് കൊണ്ട് റഫ്ഉം കസ്റത്ത് കൊണ്ട് നെസ്ബും ജറും എന്നുള്ളതാണ് അതിന്റെ ഇഅ്റാബ്. ഇവിടെ ചോദിച്ചത് നെസ്ബ് എങ്ങനെ ലഭിക്കും എന്നതാണ്. നെസ്ബ് കസ്റത്ത് കൊണ്ടാണ് ജംഉ മുഅന്നസ് സാലിം ലഭിക്കുക എന്ന 3ാമത്തെ ഓപ്ഷനാണ് ശരിയായത്. ഇതാണ് ജംഉ മുഅന്നസ് സാലിമിൻ്റെത്. റഫ് ലഭിക്കുന്നത് സാധാ പോലെ ലമ്മത്ത് കൊണ്ടാണ്.
റഹബത്തിൽ മുസ്ലിമാത്തു. ഇവിടെ മുസ്ലിമാത്തു എന്നത് ഫായിലും മർഫൂഉം ബില്ലമ്മയാണ്. നെസ്ബ് ലഭിക്കുന്നത് കെസ്റത്ത് കൊണ്ടാണ്. ഹന്നഅ്തു അൽ കാത്തിബാത്തി, ഹന്നഅ്തു ഞാൻ പ്രശംസിച്ചു, അഭിനന്ദിച്ചു, അൽ കാത്തിബാത്തി എഴുത്തുകാരികളെ. അവിടെ ഹന്നഅ്തു എന്നത് ഫിഅലും ഫായിലാണ്. അൽ കാത്തിബാത്തി എന്നത് മഫ്ഊലുൻ ബിഹി മൻസൂബ് ബിൽ കസ്റത്ത്. കസ്റത്ത് കൊണ്ടാണ് നെസ്ബ് കിട്ടുന്നത്. ജറ് കിട്ടുന്നതും കസ്റത്ത് കൊണ്ട് തന്നെ. അപ്പം ലമ്മത്ത് കൊണ്ട് റഫ്ഇ, കസ്റത്ത് കൊണ്ട് നെസ്ബ്, ജറ് എന്നുള്ളതാണ് ജംഉ മുഅന്നസ് സാലിമിന്റെ ഇറാബ്. ഇവിടെ ചോദിച്ചത് നെസ്ബ് എങ്ങനെ ലഭിക്കുമെന്നാണ്. അത് കസ്റത്ത് കൊണ്ട് എന്നതാണ് ശരി. വീഡിയോ ഓണാണ്. എന്താണ്? മുഫീദയുടെ വീഡിയോ ഓണാണ്. ഇവിടെ ആറാമത്തേൽ വന്നത് സമയത്തിനുള്ളതാണ്. സമയം നമുക്കൊക്കെ അറിയാം കൃത്യമായിട്ട്. അസ്സാഅത്തുൽ വാഹിദ, അസ്സാഅത്തു സാനിയ, അസ്സാഅത്തു സാലിസ, അസ്സാഅത്തു റാബിയ, അങ്ങനെയാണ് സമയത്തിന്റെ പ്രയോഗമുള്ളത്. അപ്പൊ ഇവിടെ ചോദിച്ചത് 10 മണി എന്നുള്ളതാണ്. അസ്സാഅത്തുൽ ആശിറത്തു എന്നുള്ളതാണ്. ഇസ്തൈഖൽതു മിനൻ നൗമി ഫിസ്സാഅത്തിൽ ആശിറത്തി എന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയാണ്. സമയം പറയുന്നത് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ സാഅത്തുൽ വാഹിദ തുടങ്ങിയിട്ട് അസ്സാഅത്തു സാനിയത അശറത്ത എന്ന് 12 പറയാം. അതുവരെയുള്ളതും പിന്നെ മുക്കാലിലൊക്കെ പറയുന്ന ശൈലികളും അതൊക്കെ നമ്മൾ സമയം പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ 2 മണിക്ക് 2:30ക്കാണെങ്കിൽ അസ്സാഅത്തു സാനിയ വൻ നിസ്ഫു എന്നാണ് അറബിയിൽ പറയുക. 2:15 അസ്സാഅത്തു സാനിയ വർ റുബഉ എന്നാണ് പറയുക. എന്നാൽ 2:20 അസ്സാഅത്തു സാനിയ വസ്സുലുസു എന്നാണ് പറയുക. എന്നാൽ 2:45 അസ്സാഅത്തു സാലിസ ഇല്ല റുബഉ എന്നാണ് പറയുക. അപ്പൊ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ സമയത്തിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 12 വരെയുള്ള മണിക്കൂറിനതെങ്കിലും കൃത്യമായി നമ്മൾ തെറ്റാതെ മനസ്സിലാക്കിയവർക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഈ പറയപ്പെട്ട ആറാമത്. 7. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സമാ മാ ഈ 2 പദം മുദക്കറാണോ മുഅന്നസാണോ എന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. സമാ എന്ന് പറയുന്ന പദം മുഅന്നസാണ്. വസ്സമാ റഫഅഹ എന്നാണ് ഖുർആനിൽ തന്നെ പറഞ്ഞത്. മുഅന്നസാണ് സമാ എന്നത്. എന്നാൽ മാ എന്നത് മുദക്കറാണ്. അപ്പൊ അഹിയ ബിഹിൽ അർള, ബിഹി എന്ന ഹി എന്ന ലമീർ മടക്കിയത് ഖുർആനിൽ. അപ്പൊ അങ്ങനെ മുദക്കറായിട്ടാണ് മാ എന്നത്, മുഅന്നസായിട്ടാണ് സമാ എന്നത്. അപ്പോൾ അസ്സമാഉ മുംതിറത്തുൻ വൽ മാഉ നഖിയുൻ എന്ന ഒന്നാമത്താണ് ശരിയായിട്ടുള്ളത്. ഇതൊരു ബഹുവചനം ചോദിച്ചതാണ്. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഇസ്മിന്റെ ബഹുവചനം ചോദിക്കാറുണ്ട്. അർമലത്ത് എന്ന് പറയുന്നത് ജമ്മ് അറാമിൽ അല്ലെങ്കിൽ അറാമിലത്ത് എന്നൊക്കെയാണ് അതിന്റെ ജമ്മ്. അപ്പൊ ശരിയായ ഓപ്ഷൻ 1 അർമലെന്നോ റിമാലെന്നോ റംലത്ത് എന്നൊന്നുമല്ല, അറാമിൽ എന്നാണ് അർമലത്തിന്റെ ജമ്മ്. ഇവിടെ നെഹ്നു എന്നൊരു പദം തന്നു, ശേഷം ഫില്ല് ചെയ്യാൻ. നെഹ്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇസ്മു കൊണ്ട് തുടങ്ങുമ്പോൾ അത് മുബ്തദയായി. അപ്പൊ ശേഷം വരുന്നത് ഖബറാണ്. ഖബർ മുബ്തദയോട് തുടരേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അതത് മഅദൂദിന്റെ വിഷയത്തിൽ ഖബർ മുബ്തദയോട് തുടരണം. മുഅന്നസ് മുദക്കറിന്റെ വിഷയത്തിലും ഖബർ മുബ്തദയോട് യോജിച്ചു വരണം. അപ്പൊ നഹ്നു എന്നുള്ളത് അത് ജംഇന്റെ രൂപമാണ്. താഴെ കൊടുത്ത 4 എണ്ണത്തിൽ 3 എണ്ണവും മുഫ്രദാണ് കൊടുത്തത്. വലത് എന്നത് മുഫ്രദാണ്, ബിന്ത് മുഫ്രദാണ്, മുഅല്ലിമ മുഫ്രദാണ്,
ഇതൊന്നും ജം ആയിട്ട് വന്ന മുബത്തതയുടെ കൂടെ ഖബർ പറയാൻ പാടില്ല. അപ്പൊ അല്ലെങ്കിൽ അന ആയതെങ്കിൽ അന വലതെന്ന് പറയാം, അന ബിന്ദു എന്ന് പറയാം, അന മുഅല്ലിം എന്ന് പറയാം, മുഫ്രദാക്കി പറയാം. നഹിന് വരുമ്പോൾ അവിടെ വിൽദാനിൽ നിന്നുള്ള ബഹുവചന രൂപമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായത്. ഇവിടെ നെഹ്നു വലദാനി എന്ന് വായിച്ചാൽ തെറ്റാണോ? എങ്ങനെ? ഇല്ലല്ല, കാരണം രണ്ടിനും വലദാൻ അല്ല വിൽദാൻ എന്നാണ് സംഭവം. അത് ഇനി വലദാൻ എന്ന് വായിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം നെഹ്നു എന്ന് പറഞ്ഞാൽ അന നെഹ്നു, മുത്തക്കല്ലിമിന്റെ സിയക്ക് രണ്ടുള്ളതിനും നെഹ്നു എന്ന പ്രയോഗമേ ഉള്ളൂ, തസ്നിയക്ക് പ്രത്യേകമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ നെഹ്നു വലദാൻ എന്ന് പറഞ്ഞാൽ തെറ്റാവും. എങ്ങനെയാലും ഓപ്ഷൻ അതേ ശരിയാവും. ഇവിടെ ചില ആൾക്കാർക്ക് തെറ്റിപ്പോയൊരു ചോദ്യമാണ്. കാനൽ കിത്വാറു ശരിയായി ഇന്നൽ മുസാഫിറ ജാലിസു. ട്രെയിന് നല്ല വേഗതയുള്ളതായിരുന്നു, യാത്രക്കാരൻ ഇരിക്കുന്നവനാകുന്നു. ഈ രണ്ട് സെന്റൻസുകളിൽ ഇസ്മിയാണോ ഫിഅലിയാണോ എന്നതാണ് ചോദിച്ചത്. ഇവിടെ മുബ്തദ ഖബർ കൂടിയ ജുംലയാണ് സത്യത്തിൽ അൽ ഖിതാഉ ജമീ സരീഉ എന്നുള്ളത്, അൽ മുസാഫിറു ജാലിസു എന്നുള്ളത്. ഇതിനകത്ത് നവാസിഹുകൾ കടന്നു കഴിഞ്ഞാൽ ഇത് ഇസ്മിയായ ജുംലയായിട്ടാണ് പരിഗണിക്കുക. രണ്ടും ഇലാഹുമാ ജുംലത്തുൽ ഇസ്മിയത്തുൻ എന്നുള്ളതാണ് ശരിയായത്. ഒന്നാമത്തെ കാനൽ കിത്താറു സരി എന്നുള്ളതും ഇസ്മിയ ജുംലയായിട്ടാണ് പരിഗണിക്കാം. ഇന്നൽ മുസാഫിറ ജാലിസുൻ എന്നുള്ളതും ഇസ്മിയ ജുംലയായിട്ടാണ് പരിഗണിക്കുക. രണ്ടും ഇലാഹുമ ജുംലത്തുൻ ഇസ്മിയത്തുൻ എന്ന ഓപ്ഷൻ എ ആണ് ശരി. പതിനൊന്ന് എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ ഇഖ്തർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോദ്യം നല്ലോണം വായിക്കണം. ഇഖ്തർ അത്തസ്രീഹുൽ ഖാത്തിഅ, തെറ്റുള്ളത് സെലക്ട് ചെയ്യാനാണ്. ഇവിടെ ഇസ്മിന്റെ ഡെഫിനിഷൻ കൊടുത്തത് ശരിയാണ്, ഫിഅലിന്റെ ഡെഫിനിഷൻ കൊടുത്തത് ശരിയാണ്, ഹർഫിന്റെ ശരിയാണ്. എന്നാൽ അൽ മുബ്തദു വൽ ഖബറു മർഫൂആനി ദാഇമൻ എന്നാണ് വേണ്ടത്. മർഫൂആനി എന്നതിന് പകരം മൻസൂബാനി എന്നാണ് കൊടുത്തത്. അതാണ് ഇതിൽ തെറ്റായത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. കാറ്റഗറി 4ൻ്റെത് കഴിഞ്ഞു. 11 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 50 ചോദ്യങ്ങളാണ് നേരിട്ട് നമ്മുടെ അറബിയിലെ സബ്ജക്റ്റുമായിട്ട് വരുന്നത്. കേട്ടിട്ടുണ്ട്. 80 ചോദ്യങ്ങളാണ് ടോട്ടൽ അറബിയിലുള്ളത്. അതിൽ 30 തുർക്കു തദ്രീസിൽ പോകും. ബാക്കി 50 ചോദ്യങ്ങളിൽ 11 നെഹ്വ് എന്ന് വന്നെങ്കിൽ എത്രത്തോളം പ്രാധാന്യം നെഹ്വിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ബാക്കി 39 ചോദ്യങ്ങളാണ് എല്ലാ സബ്ജക്റ്റും കൂടി വന്നിട്ടുള്ളത്. ബലാഗയും ലിറ്ററേച്ചറും 60 ഉണ്ടെങ്കിൽ അതും ബാക്കിയുള്ള എല്ലാത്തിനോട് വന്നത് ഈ പറയപ്പെട്ട ബാക്കിയുള്ളതാണ്. അത്രയും പ്രാധാന്യം നെഹ്വിനുണ്ട്. അപ്പൊ 4ാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാം. പരീക്ഷ എഴുതിയവർക്കൊക്കെ ചില തെറ്റിപ്പോയതുണ്ടാവാം. അത് എന്തുകൊണ്ടാണ്, എന്താണ് ശരിയായതെന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ. നമ്മൾ ഈ ചോദ്യത്തിന്റെ ഡിസ്കഷൻ നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഇനി ഇങ്ങനെ ഒരു പരീക്ഷ എഴുതുമ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ തെറ്റാതിരിക്കാനാണ്. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാറ്റഗറി 3യിൽ വന്നിട്ടുള്ളത് ഒന്ന് നേരിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ ഇപ്പോഴും പറയാണ്, ഫുറൂഇയായ ഇറാബ് വരുന്ന 7 എണ്ണമുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിന്റെ ഇറാബ്. പിന്നെ അദദുമായതൂത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് കാറ്റഗറിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബാണ് ചോദിച്ചത്.
അതും സാലിമായ ജംഇന്റെ മറ്റൊരു ഇനമാണ്. വാവും നൂന് കൊണ്ടോ അല്ലെ യാവും നൂന് കൊണ്ടോ ആക്കുന്ന ജമ്മുകൾക്കാണ് ജമ്മു മുദക്കർ സാലിമെന്ന് പറയാം. അതിന് വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജറും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് റഫ് എങ്ങനെയെന്നാണ്. ഓപ്ഷൻ 3 ആണ് ശരിയായത്. ഇതാണ് ജമ്മു മുദക്കർ സാലിമിന്റെ ഇഅ്റാബ്. റഫ് ലഭിക്കുന്നത് വാവ് കൊണ്ടാണ്. തഇബൽ ആമിലൂൻ, ആ തൊഴിലാളികൾ ക്ഷീണിച്ചു. ആമിലൂൻ എന്നത് ഫാഇലുൻ മർഫൂഉൻ ബിൽ വാവാണ്. എന്നാൽ നസ്ബുൻ ജറു യാവ് കൊണ്ടാണ്. അക്രംതു അൽ കാദിമീൻ, അക്രംതു എന്നതിന്റെ മഫ്ഊലാണ് അവിടെ. ജലസ്തു മഅൽ ജാലിസീൻ, ജാലിസീൻ എന്നത് അവിടെ മുദാഫുൻ ഇലൈഹിയാണ്. ഒന്നാമത്തേൽ കാദിമീൻ നസ്ബാണ്, രണ്ടാമത്തേൽ ജാലിസീൻ എന്നത് ജറാണ്. അത് രണ്ടും യാ കൊണ്ടുമാണ്. അങ്ങനെ വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജറു എന്നുള്ളതാണ് ജമ്മു മുദക്കർ സാലിമിന്റെ ഇഅ്റാബ്. ഇവിടെ ചോദിച്ചത് റഫ് എങ്ങനെയാണ്. ഓക്കെ, മങ്കൂസു ഇസ്മുൻ മുഅറബുൻ ആഖിറുഹു. മങ്കൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം. മങ്കൂസ്, മഖ്സൂറ, മംദൂദ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. മങ്കൂസ് അവസാനം യാ വരുന്ന കാളി പോലെയുള്ള പദങ്ങൾക്കാണ് മങ്കൂസ് എന്ന് പറയുക. അപ്പം ആഖിറുഹു യാ ഉൻ ലാസിമത്തുൻ മഖ്സൂറു മാ ഖബ്ലഹ എന്ന ആ ഡെഫിനിഷൻ നേരിട്ട് ചോദിച്ചതാണ്. അപ്പൊ യാ ഉൻ ലാസിമത്തുൻ എന്ന ഓപ്ഷൻ 2 ആണ് ശരി. വീണ്ടും അതത് 3 കാറ്റഗറി 3 വന്ന ചോദ്യമാണ്. വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ. 3 മുതൽ 10 വരെയുള്ള നിയമമാണ്. പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഫ്രദായത് മഅദൂദ് മുഫ്രദാക്കി കൊടുത്ത് ആദ്യം ഒഴിവാക്കുക. അപ്പൊ 1ഉം 3ഉം തെറ്റാൻ ഒറ്റയടിക്ക് മനസ്സിലാക്കും. ഇനി 2ആണോ 4ആണോ? അപ്പൊ ബാബ് എന്നത് മുഫ്രദാണ്, സോറി മുദക്കറാണ്. മുദക്കറായ മഅദൂദിന്റെ കൂടെ ഉള്ള രൂപം വേണമെന്ന് പറയുമ്പോൾ ലിൽ മസ്ജിദി ഖംസത്തു അബ്വാബിൻ എന്നുള്ള 2ആമത്തെ ശരി. ഇദാ വഖഅത്തിൽ അലിഫു ബഅദ ളമ്മിൻ തുഖ്ലബു. ഇബ്ദാൽ ഇഅ്ലാലിന്റെ കൂട്ടത്തിൽ പഠിച്ചതാണ്. അലിഫിന്റെ ശേഷം പിന്നെ ലമ്മിന്റെ ശേഷം അലിഫ് വന്നു കഴിഞ്ഞാൽ ആ അലിഫിനെ മാറ്റി വാവാക്കൽ നിർബന്ധമാണ്. ലമ്മിന്റെ ശേഷം അലിഫ് വന്നു കഴിഞ്ഞാൽ ആ അലിഫിനെ വാവാക്കും. അപ്പൊ അലിഫിനെ വാവാക്കി മാറ്റുന്ന ഇഅ്ലാലിന്റെ ഇബ്ദാലിന്റെ സ്ഥലത്തിൽ വരുന്നതാണത്. ഇതാണത്. കൽബുൽ അലിഫ് വാവൻ. ഇദാ വഖഅത്തിൽ അലിഫു ബഅദ ലമ്മിൻ തുഖ്ലബു വാവൻ ആണ്. അപ്പൊ ഫാഅല എന്നതിനെ മജ്ഹൂലാക്കുമ്പോൾ ഫാ എന്നതിന് നമ്മൾ ലമ്മ് കൊടുക്കണം, അവസാനത്തിന് മുമ്പ് കസറും ചെയ്യണം. ഇതാണല്ലോ മജ്ഹൂലാക്കുമ്പോഴുള്ള നിയമം. പിന്നെ എങ്ങനെ അവിടെ വാവ് വന്നു? ഫു എന്നാക്കുന്ന സമയത്ത് ലമ്മിന്റെ ശേഷം അലിഫ് ആയതുകൊണ്ട് ആ അലിഫിനെ മാറ്റി വാവാക്കിയത് കൊണ്ടാണ് ഫു ഇല എന്നായത്. അപ്പൊ കാത്തലയുടെ മജ്ഹൂല് കൂത്തില. അങ്ങനെ ഫാഅല രൂപത്തിലുള്ളതിന്റെ മജ്ഹൂലൊക്കെ ആക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ വാവായി മാറാനുള്ള കാരണം അത് ലമ്മിന്റെ ശേഷം അലിഫ് വന്നത് കൊണ്ടാണ്. ഇത് ഇബ്ദാൽ ഇഅ്ലാലിന്റെ നിർബന്ധമായ കാര്യം. അഞ്ചാമത്തെ ഇത് നവാസിഖുൽ മുബ്തദി വൽ ഖബറിൽ പെട്ടതാണ്. കാദ അഖവാത്ത് എന്നറിയപ്പെടുന്നത്, അല്ലെ അഫ്ആൽ മുഖാറബ എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടുന്നു. കാദ അഖവാത്ത് 3 തരത്തിലുണ്ട്. മുഖാറബയുടേതുണ്ട്, റജാഇന്റേതുണ്ട്, അതുപോലെ ഷുറൂഇന്റേതുണ്ട്. അപ്പൊ ഇവിടെ ഷുറൂഇൽ പെടാത്തത് ഏതെന്നാണ്? കാദ, കറബ, ഔഷക. ഇത് 3ഉം പിന്നെ മുഖാറബയുടെ ഫീൽഡിൽ പെട്ടതാണ്. അപ്പൊ ഇതിൽ കാദ വന്നിട്ടുണ്ട്. എന്നാൽ തൊഫിക്ക, ശറഅ, അൻശഅ എല്ലാം ശുറൂഇന്റെ ഫീലാണ്. മുഖാറബയുടെ ഫീലായ കാദ എന്നുള്ളതാണ് ഇവിടെ ഷാദായിട്ടുള്ളത്, കൂട്ടത്തിൽ പെടാത്തത്.
ഇതാണ് മൊത്തത്തിൽ കാദ അഹ്വാത്ത് എന്നറിയപ്പെടുന്നത്. കാദ, കറബ, ഔഷക ഇത് മൂന്നും മുക്കാറബയുടെ പേര്. അസ, ഹറ, ഇഹ്ലൗലക ഇത് മൂന്നും റജാഇന്റെ പേരാണ്. ജഅല, ത്വഫിക, അഹദ, അലിക, അൻശഅ, ശറഅ, ഖാമ, അഖ്ബല, ഹബ്ബ തുടങ്ങിയവയെല്ലാം ശുറൂഇന്റെ പേരുകളാണ്. ഇതിൽപ്പെട്ടത് കൊടുത്തിട്ടാണ് അതിന്റെ കൂടെ കാദ കൊടുത്തത്. കാദ ഈ കൂട്ടത്തിൽ മുക്കാറബയുടെ പേരാ, മറക്കരുത്. കാദ, കറബ, ഔഷക ഇത് മൂന്നും മുക്കാറബയുടെ അടുപ്പ് എന്നാണ്. അസ, ഹറ, ഇഹ്ലൗലക ഇത് മൂന്നും റജാഇന്റെ അയക്കാം എന്നാണ്. ബാക്കിയുള്ള ജഅല, ത്വഫിക, അഹദ, അലിക, അൻശഅ, ശറഅ, ഖാമ, അഖ്ബല, ഹബ്ബ എല്ലാം തുടങ്ങി എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. ഇങ്ങനെ 3 തരത്തിലുണ്ട് കാദ അഹ്വാത്തിൽ വരുന്നത്. അതിൽ ശുറൂഇന്റെ 3 ഫീലും അതോടൊപ്പം മുക്കാറബയുടെ കാദയും കൊടുത്തുകൊണ്ടാണ് ശുറൂഇൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചു. ആറാമത് ഇഖ്തർ അസ്സഹീഹ മിനൽ ആതി. ഇവിടെ അംസ എന്ന പദമാണ് ശ്രദ്ധിക്കേണ്ടത്. അംസ എന്നുള്ളത് കാന അഹ്വാത്തിൽപ്പെട്ടതാണ്. കാന, സ്വാറ, അസ്ബഹ, അംസ, വല്ല, ബാത്ത തുടങ്ങിയവയല്ല. അതായത് ഇസ്മിന് റഫും ഖബറിന് നസ്ബും ചെയ്യുന്നതാണല്ലോ കാന അഹ്വാത്ത്. അപ്പോൾ ഇവിടെ 2 പദങ്ങളാണ് വന്നത്. സായിറൂൻ എന്നുള്ളത് ഇസ്മിന്റെ സ്ഥാനത്തും മുസ്തരീഹൂൻ എന്നുള്ളത് ഖബറിന്റെ സ്ഥാനത്തും. അത് രണ്ടും ജംഉ മുദക്കർ സാലിം. അപ്പൊ കാന അഹ്വാത്തിന്റെ ഇറാബ് ഇസ്മിന് റഫും ഖബറിന് നസ്ബുമാണ്. അപ്പൊ ജംഉ മുദക്കർ സാലിമിന്റെ ഇറാബ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വാവ് കൊണ്ട് റഫും യാഹ് കൊണ്ട് നസ്ബും ജറും എന്നുള്ളതാണ്. അപ്പൊ ഇസ്മിന്റെ സ്ഥാനത്ത് വരുന്ന സ്ഥലത്ത് വാവ് കൊണ്ട് റഫുള്ള രൂപവും ഖബറിന്റെ സ്ഥാനത്ത് വരുന്നത് യാഹ് കൊണ്ട് നസ്ബുള്ള രൂപവും വേണം. അപ്പോൾ സായിറൂൻ എന്നും വരുന്നതും മുസ്തരീഹീൻ എന്ന് പറയുന്ന രൂപമായ 4ാമത്തെ അംസ സായിറൂന മുസ്തരീഹീന ഫിൽ ഗുർഫ എന്നുള്ളതാണ് ശരി. അവിടെ സായിറൂൻ എന്നത് ഇസ്മു അംസ മർഫൂം ബിൽ വാവ്, മുസ്തരീഹീൻ എന്നുള്ളത് ഖബറു അംസ മൻസൂബ് ബിൽ യാഇ എന്നതാണ് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒക്കെ കാല എന്നുള്ളത് മധ്യാക്ഷരം മുഅത്തല്ലായ ഫീലാണ്. ഇത് അജ്വഫിന്റെ ഗണത്തിൽ വരുന്നതാണ്. മുഅത്തല്ലായ ഫീല്, സ്വഹീഹായ ഫീല് എന്നീ 2 തരത്തിൽ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് പരിഗണിച്ചുകൊണ്ട് ഫീലിനെ 2ആക്കി. ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ. ഈ അലിഫോ വാവോ യാ ഓ വന്നിട്ടുള്ളത് മുഅത്തല്ലും ഇതൊന്നും വരാത്തത് സ്വഹീഹായ ഫീലുമാണ്. ഈ സ്വഹീഹായ ഫീൽ തന്നെ 3 തരവും മുഅത്തല്ലായത് 5 തരവും, അങ്ങനെ ടോട്ടൽ 8 തരത്തിലുണ്ട്. ആ സ്വഹീഹായത് 3 തരം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് പലപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാണ്. ഒന്ന് സാലിമാണ്, സാലിം. മറ്റൊന്ന് മഹ്മൂസ്, മറ്റൊന്ന് മുളഅഫ്. സാലിം എന്ന് പറഞ്ഞാൽ ഈ 3ലും എന്തുണ്ടാവില്ല? സാലിമിലും മഹ്മൂസിലും മുളഅഫിലും ഒന്നും മുഅത്തല്ലായ ഇല്ലത്തിന്റെ അക്ഷരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് സ്വഹീഹ് എന്ന് പറയുന്നത്. 3ഉം സഹീഹാണ്. പിന്നെ എന്താ വ്യത്യാസം? സാലിമിൽ ഹംസയും വരൂല, മദ്ദക്ഷരം ഷദ്ദുള്ള അക്ഷരവും വരൂല. ഷദ്ദുള്ള അക്ഷരവും വരൂല. അതായത് 2ാമത്തെയും 3ാമത്തെയും അക്ഷരം ഒരുപോലെ വരുന്ന ഷദ്ദുള്ള തലഈഫ് മുളഅഫിന്റെ അങ്ങനെ ഷദ്ദുള്ളത് വരൂല, ഹംസയും വരാത്തതാണ് സാലിം. ഇപ്പൊ കതബയിൽ ഹംസയില്ല, ഷദ്ദുമില്ല. ജലസയിലും പിന്നെ ഹംസയില്ല, ഷദ്ദുമില്ല. ഇത് സാലിം. എന്നാൽ ഹംസയുടെ അക്ഷരം വന്നിട്ടുണ്ടെങ്കിൽ അത് മഹ്മൂസാണ്. അക്കല, സഅല, ഖറഅ പോലെ ഹംസ എവിടെങ്കിലും വന്നാൽ തുടക്കത്തിലാവുകയാണ്, എടുക്കുക എവിടെയാണ്. ഇനി 2ാമത്തെയും 3ാമത്തെയും അക്ഷരം ഒരുപോലെ വരുന്നതാണെങ്കിൽ, ഷദ്ദുള്ളതാണെങ്കിൽ മദ്ദ, സ്വഹ പോലെയാണെങ്കിൽ മുളഅഫാണ്. ഇങ്ങനെ സാലിമ്, മഹ്മൂസ്, മുളഅഫ് എന്നീ 3 തരത്തിൽ സ്വഹീഹായത്. എന്നാൽ മുഅത്തല്ലോ 5 തരത്തിലുണ്ട്. മിസാല്, അജ്വഫ്, നാഫിസ്, ലഫീഫ് മഫ്റൂഖ്, ലഫീഫ് മഫ്റൂഖ്. ആദ്യത്തെ അക്ഷരം മുഅത്തല്ലാണെങ്കിൽ അത് മിസാൽ എന്നും, നടുക്കുള്ള അക്ഷരം മുഅത്തല്ലാണെങ്കിൽ അജ്വഫ് എന്നും, അവസാന അക്ഷരം മുഅത്തല്ലാണെങ്കിൽ നാഖിസും,
ഒന്നാമത്തതും മൂന്നാമത്തതും മുഴത്തല്ലാണ്, നടുക്ക് മാത്രം സ്വഹീഹായ അക്ഷരം. അത് ലഫീഫും മഫ്റൂഖും. രണ്ടും മൂന്നും മുഴത്തല്ലാണ്, ആദ്യ അക്ഷരം മാത്രമേ സ്വഹീഹുള്ളൂ. ഇത് ലഫീഫും മഫ്റൂഖുമാണ്. ഇപ്പൊ വഅദ വസലയൊക്കെ ആദ്യത്തെ അക്ഷരം വാവാണ്, അത് വിദ്ദാലാണ്. ഖാല ബാഅയൊക്കെ നടുക്കുള്ള അക്ഷരം അലിഫാണ്, മുഴത്തല്ലാണ്, അത് അജ്വഫാണ്. റമാദ ഒക്കെ അവസാന അക്ഷരമാണ് ഇല്ലത്ത്, അത് നാഫിസാണ്. വഅ വഫ തുടങ്ങിയ ഫീല് ആദ്യത്തതും അവസാനത്തതും മുഴത്തല്ലാണ്, അതാണ് ലഫീഫ് മഫ്റൂഖ്. എന്നാൽ റവാ ഷവ പോലെയുള്ളത് രണ്ടും മൂന്നും മുഴത്തല്ലാണ്, ഇതാണ് ലഫീഫ് മഖ്റൂൻ. ഇങ്ങനെ 5 തരത്തിൽ മുഴത്തല്ലും 3 തരത്തിൽ സ്വഹീഹും, അങ്ങനെ 8 തരത്തിൽ ടോട്ടൽ ഫീലുകളുണ്ട്. ഇവിടെ ചോദിച്ചത് അജ്വഫായ മധ്യാക്ഷരം ഇല്ലത്തായതാണ്. അപ്പൊ ഓപ്ഷൻ അതിൽ അജ്വഫ് എന്നുള്ളതാണ് ശരിയായത്. ഇവിടെ ഹലിൽ മുഹന്ദിസാത്തു ഇല ശരിക്ക. അൽ മുഹന്ദിസാത്തു എന്നത് മുബത്തതയാണല്ലോ, അതിന്റെ കൂടെ ഇസ്തിഫാം കടന്നതല്ലേ. അപ്പൊ മുബത്തദ ഖബർ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. മുബത്തദ ഖബർ പിന്നെ അതതിന്റെ വിഷയത്തിലും മുഅന്നസ് മുദക്കറിന്റെ വിഷയത്തിലും യോജിച്ചു വരൽ നിർബന്ധമാണ്. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രമേ അത് അതതിന്റെ വിഷയത്തിൽ യോജിക്കേണ്ടാത്തതുള്ളൂ. അതേതാ? മുബത്തതയായിട്ട് വരുന്നത് ഗൈറ് ആക്കിലിന്റെ ജമ്മാണെങ്കിൽ, ബുദ്ധിയില്ലാത്ത വസ്തുക്കളുടെ ഗൈറ് ആക്കിലിന്റെ ജമ്മാണെങ്കിൽ അവിടെ ഖബർ പറയുമ്പോൾ ജമ്മാക്കണമെന്നില്ല, മുഫ്രദ് മുഅന്നസ് ആക്കിയിട്ട് പറയാം. അൽ കുതുബു നാഫിയത്തുൻ, അൽ അഷ്ജാറു മൂരിക്കത്തുൻ എന്നൊക്കെ പറയാം. അല്ലാത്ത സ്ഥലത്തൊക്കെ മഅദൂദിനെ മുബത്തദയോട് യോജിച്ചുകൊണ്ട് അൽ മുഹന്ദിസാത്തു എന്ന് പറയുന്നത് ജംഅ് മുഅന്നസ് സാലിമാണ്. അപ്പൊ അതിന്റെ ഖബർ പറയുമ്പോൾ ഗാഹിബാത്തുൻ എന്നുള്ള ജംഅ് മുഅന്നസ് സാലിമാക്കിയേ പറയാൻ പറ്റൂ. ഓപ്ഷൻ ബി ആണ് ശരി. ഒൻപത്. ഓക്കെ, അഫ്ആൽ ഹംസ നേരത്തെ ഞാൻ പറഞ്ഞ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഫുറൂഇയായ ഇറാബ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇവിടെ അഫ്ആൽ ഹംസയാണ് ചോദിച്ചത്. അഫ്ആൽ ഹംസക്ക് ജസ്മ എങ്ങനെയാണ്? അഫ്ആൽ ഹംസ എന്ന് പറയുന്നത് മുളാരിയായ ഫേലിൽ വരുന്ന 5 രൂപങ്ങളാണ്. അലിഫുൽ ഇസ്നീനിയോ വാവുൽ ജമാഅത്തോ യാഉൽ മുഖാത്തബത്തോ ചേർന്ന് വരുന്ന ഫേലുകൾക്കാണ് അഫ്ആൽ ഹംസ എന്ന് പറയാം. യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഈ 5 ഏത് ഫീലിന്റെ കൂടെ അവരുണ്ടാവും. ഇപ്പൊ യജ്ലിസു ആണെങ്കിൽ യജ്ലിസാനി, തജ്ലിസാനി, യജ്ലിസൂന, തജ്ലിസൂന, തജ്ലിസീന. ഈ 5 പേരുകളാണ് അഫ്ആൽ ഹംസ എന്ന് പറയുന്നത്. ഇതിന്റെ ഇറാബ് നൂന് കൊണ്ട് റഫ്, സുബൂത്തുൻ നൂന് കൊണ്ട് റഫും നൂനിനെ കളിയൽ കൊണ്ട് നെസ്ബും ജസ്മുമാണ്. അപ്പൊ യഫ്അലൂന എന്ന് പറയും റഫിന്റെ സമയത്ത്, യഫ്അലൂ എന്ന് പറയും നെസ്ബിന്റെയും ജസ്മിന്റെയും സമയത്ത്, യഫ്അലാനി എന്ന് പറയും റഫിന്റെ സമയത്ത്, യഫ്അലാന്ന് പറയും നെസ്ബിന്റെയും ജസ്മിന്റെയും സമയം. അങ്ങനെ നൂനിനെ കളിയൽ കൊണ്ടാണ് നെസ്ബും ജസ്മും. ഇവിടെ ചോദിച്ചത് ജസ്മ് കിട്ടുക എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഈ ഹദ്ഫിൻ നൂനി, നൂനിനെ കളിയൽ കൊണ്ട്, ഓപ്ഷൻ 1 ശരി. ഇത്രയും ചോദ്യങ്ങളാണ് കാറ്റഗറി 3യിൽ നിന്നും വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ചർച്ച ചെയ്തത് വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോകാം. അപ്പൊ ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.